എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. എന്താണെന്നാൽ എവിടെയെങ്കിലും ഡിഫറെൻ്റായി എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നോക്കണം. എസ്പെഷ്യലി അത് ഫുഡെന്ന് വരുമ്പോൾ ഞാൻ ഷുവറായിട്ട് അവിടെയൊക്കെ പോകാറുണ്ട്. എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിലവർ അങ്ങനെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പാലക്കാട് വന്നു. അപ്പോൾ പാലക്കാടിൽ മോർണിംഗ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്തൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ വളരെ ഫേമസായ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഷോപ്പ് വന്ന് ഇപ്പോൾ ഇല്ല, ഒരു 200 വർഷമായിട്ട് ഈ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടു. പിന്നെ അവിടെ മാത്രമേ എസ്പെഷ്യലായി കിട്ടുന്ന ഒരു ഡിഷ്, അവിടെ പോയാൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്താ അത്, അവിടെ പോയാൽ എന്ത് കിട്ടും നോക്കുമ്പോൾ അവിടെ ഒരു ഫേമസായ ഒരു ഇഡ്ഡലി കിട്ടും. അതാണ് രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ പാലക്കാടിൽ നിന്ന് 8 കിലോമീറ്ററിനടുത്തിരിക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ എന്താണെന്നാൽ മോർണിംഗിൽ വന്ന് 5 AM to 11 AM വരെ ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാകും. ആൻഡ് ഇവിടെ ഡെയിലി വന്ന് 500 നിന്ന് 700 ഇഡ്ഡലി വരെ ചുടുന്നത് അത്ര. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഇഡ്ഡലി എങ്ങനെ ചെയ്യുന്നുണ്ട്, ആ ഇഡ്ഡലി എന്താ ഉണ്ട്, എന്തിനാണ് എത്ര പേര് അവിടെ പോകുന്നുണ്ട്, പിന്നെ 5th ജനറേഷനായിട്ട് ആ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അവിടെ ചെന്ന് ആ ഇഡ്ഡലി ഞാൻ ടേസ്റ്റ് ചെയ്യണം, പിന്നെ അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയണമെന്ന് ആശയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യാമോ? കം ഓൺ. ഹായ് സാർ. സാർ ആക്ച്വലി ഞാൻ വന്നിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തത് ഈ രാമശ്ശേരി ഇഡ്ഡലി ഷോ എന്നുവെച്ചാൽ ഇത് വന്നിട്ട് പാരമ്പര്യമായിട്ടുള്ളൊരു കടയാണ്. അതെ, 150 തൊട്ട് 200 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു കടയാണ്. അപ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അതെ, കേൾക്കുമ്പോൾ തന്നെ വളരെ ഹാപ്പിയായി. ബിക്കോസ് 200 ഇയേഴ്സിനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇത് ഞങ്ങളുടെ മുത്തശ്ശിമാരായിരുന്നു ഇത് കൊണ്ട് നടത്തിയിരുന്നത്. അന്ന് വെച്ചാൽ ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ ഒരു തട്ടാണ്, അതിൽ പ്ലാച്ചിയില എന്ന് പറയും. അതൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. ഇന്നും ഞങ്ങൾ അത് തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇഡ്ഡലി എടുക്കുന്നതിനും പിന്നെ ആവിയിൽ നിന്ന് എടുക്കുന്നതും ഈ തട്ടിൽ വെക്കുന്നതെല്ലാം ഈ പ്ലാച്ചിയില ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നും അത് തന്നെ ഉപയോഗിച്ചു, ഇന്നും അത് തന്നെ ഉപയോഗിക്കുന്നു. അന്ന് അവരിങ്ങനെ പാടശേഖരങ്ങളിലൊക്കെ പോയിട്ട് ഇഡ്ഡലി വിറ്റ ഒരു സമയമായിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കടയായി. പിന്നീട് ഇങ്ങനെ യൂട്യൂബ്, സിനിമ ആക്ടേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. പിന്നെ അതേമാതിരി മൺപാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പാത്രത്തിൽ അതേമാതിരി മീൻ വില കിട്ടും. മീൻ വില പറഞ്ഞു വെച്ചാൽ അപ്പം ഞങ്ങൾ മീൻ വില കിട്ടുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ ടൈനൂല് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മീത് തുണി വിരിച്ച് അതിൽ മാവൊഴിക്കും. അങ്ങനെ 1, 2, 3 സ്റ്റെപ്പാണ് അതിൽ. ആക്ച്വലായിട്ട് വേണ്ടത് മൺപാത്രമാണ് അടിയിൽ വേണ്ടത്. ഇപ്പോൾ തിരക്ക് കൂടിയപ്പോൾ ഞങ്ങൾ അലുമിനിയം പാത്രം ഉപയോഗിക്കുന്നു. കാരണം ഈ ഗ്യാസ് ഉപയോഗിക്കാണല്ലോ, അത് കാരണം ഈ മൺപാത്രം നിൽക്കില്ല, ഓട്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അലുമിനിയം പാത്രം. ഇപ്പം ഞങ്ങൾ പുറത്തൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ട് ലൈവായിട്ട് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ മൺപാത്രം ഉപയോഗിക്കുന്നു. എല്ലാവിടെയും ചെന്നൈ ഞങ്ങൾ വരും, മിസല് മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ലൈവായിട്ട് ഒരു ടീം പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരിങ്ങനെ നിങ്ങൾ നേരത്തെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ചെയ്തു കൊടുക്കും. സോ അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ആ പ്രോസസ്സ് നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവുന്ന ആശയമുണ്ടല്ലോ. കമോൺ, നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്യൂസീവ് ഞാൻ കാണിക്കാം. സോ അപ്പോൾ 3 ലെയർ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, 1, 2, 3 3 ഇഡ്ഡലി മാത്രമേ ഒരു ആവിയിൽ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ ഇത് ഇഡ്ഡലിയാണോ ദോശയാണോ എന്ന് നമ്മൾ വന്ന് കുറച്ച് കൺഫ്യൂഷൻ. അല്ല, അതാണ് ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങളുടെ മുത്തശ്ശിമാർ ഉണ്ടാക്കി തന്നാൽ അതേ ക്വാളിറ്റിയിലും അതേ മാറ്റം വരുത്താതെ ഞങ്ങൾ അതേ ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് മാറ്റം വരുത്താതിരിക്കുന്നത്. അതിന് വേണമെങ്കിലും ഗുണ്ടുണ്ടാക്കിയാൽ ഗുണ്ട് ഇഡ്ഡലിമാര് ഉണ്ടാക്കിയാലും ആൾക്കാർക്ക് അതറിയില്ല. പിന്നെ അത് രാമശ്ശേരി ഇഡ്ഡലി എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത. രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ദോശ ഇഷ്ടപ്പെടുന്നവരും ഇഡ്ഡലി കഴിക്കാൻ ആവശ്യപ്പെടും. അല്ലേ സാർ? അതെ സാർ. ഇതെന്താ സാർ ലീഫ് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലീഫ് ഞാൻ പറഞ്ഞില്ലേ, പ്ലാച്ചിയില. ഈ ഇല ഒരു ഔഷധ ഗുണമുള്ള ഇലയാണ്. ഓക്കെ, ഈ ഇലയിലാണ് കൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നതും ഇതിൽ വെക്കുന്നതും. അതിൽ എന്താണ് അതിൽ നിന്ന് എടുക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ,
ഈ ഇല വളരെ ഇമ്പോർട്ടൻ്റ് ഇലയാണ്. അതെ, അതുകൊണ്ട് യാതൊരു ദോഷവും നമ്മുടെ ദേഹത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് തന്നെ ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ പ്രോസസ്സേ വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ആ ചേച്ചിൻ്റെ അടുത്ത് ചോദിക്കും, ബിക്കോസ് ചേച്ചി വന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇഡ്ഡലി എടുക്കുന്നുണ്ട്, പോകുന്നില്ല ഇഡ്ഡലി എങ്ങനെ. ആ ചേച്ചി പറയൂ, നിങ്ങൾ എത്ര വർഷമായിട്ട് നമ്മുടെ ഷോപ്പിൽ? കുറച്ചായിട്ടില്ലോ. ഓക്കെ, ഫൈൻ. പക്ഷേ നിങ്ങൾ ഈ പ്രോസസ്സ് പഠിക്കാൻ എത്ര ദിവസങ്ങളായി? ഞാൻ 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു. 2 ദിവസം കഴിഞ്ഞ് പഠിച്ചു. ഈ അത്ര ഈസിയാണോ ഈ പ്രോസസ്സ് പഠിക്കാൻ? സോ 3 ലേയേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ചുടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഡിഫറെൻ്റ് ആയിട്ട്, ബിക്കോസ് ഇഡ്ഡലി ചുടുന്നതിന് ഒരു സ്റ്റൈലുണ്ട്, പക്ഷേ ഇത് വന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. ആ ചേച്ചി, നിങ്ങളുടെ പേര്? എൻ്റെ പേര് രുക്മിണി. രുക്മിണി ചേച്ചി, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ പണി ചെയ്യുന്നുണ്ട്? ഞാൻ 3 വർഷമായി. 3 വർഷമായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ദിവസം എത്ര ഇഡ്ഡലി വെറുതെ കണക്ക് ചുടാ എത്ര ഇഡ്ഡലിയാണെന്ന്? ഒരു ദിവസമൊക്കെ 1000 ഇഡ്ഡലിൻ്റെ ഉള്ളിലുണ്ടാക്കും. 1000 ഇഡ്ഡലി ഒരു ദിവസത്തിനുള്ളിലല്ലേ? വാവ്. പിന്നെ നല്ല തിരക്ക് ദിവസം 10,000-3000 ഇഡ്ഡലി ഉണ്ടാക്കും. 2-3 അടുപ്പ് കത്തിക്കും. ഈ അടുപ്പും കത്തിക്കും, അടുത്ത അടുപ്പും കത്തിക്കും. ഓ, 1 2 3. ഒരു അടുപ്പിൽ 3 പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഒരു അടുപ്പിൽ ഏതാണ്ടോ 1 2 3. അപ്പോൾ ഇതിൽ 3, ഇതിൽ 3, ഇതിൽ 3, 3 3 6 6 3 9 ഇഡ്ഡലി ഒരു അടുപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും അറ്റ് എ ടൈം 2 മിനിറ്റിനകം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് 1 2 3 അടുപ്പാണ് ആക്ച്വലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 27 ഇഡ്ഡലി 2 മിനിറ്റിനകം ഞങ്ങൾ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ 1000 10,000 എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ നമ്പർ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ഒരു സർപ്രൈസ് ആയിട്ട്. പിന്നെ ഇഡ്ഡലി കാണുമ്പോൾ നമ്മൾ ഇഡ്ഡലിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഡ്ഡലിൻ്റെ ടേസ്റ്റ് നമ്മൾ കാണുന്നതല്ലേ? ഖവാൻ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നൊക്കെ. ഓക്കെ സാർ. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇത് ഇഡ്ഡലിയാണോ ദോശയാണോ നമുക്കറിയില്ല, പക്ഷെ കാണാൻ നന്നായിട്ടുണ്ട്. ആൻഡ് ഇവർ വന്ന് തേങ്ങ ചട്നി, സാമ്പാർ, ഉള്ളി ചട്നി, പിന്നെ പൊടി. ഒറ്റ കോമ്പിനേഷൻ. എൻ്റെ ഫേവറേറ്റ് ഈ തേങ്ങ ചട്നിയാണ്. ശരിക്കും ഇഡ്ഡലി വളരെ ടേസ്റ്റുണ്ട്. ഒരു വട സാപ്പിടുന്നു. ഇഡ്ഡലി ആൻഡ് വട സൂപ്പർ കോമ്പിനേഷനാണ്. ശരിക്കും രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ് വന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇഡ്ഡലി ടേസ്റ്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പെരുവമ്പ പോകുന്ന വഴിക്ക് ഇവിടെ ഈ സ്പോട്ട് കണ്ടപ്പോൾ വന്ന് എനിക്കിവിടെ വരാൻ തോന്നി. ബിക്കോസ് ഈ ചെക്കന്മാരൊക്കെ വന്ന് കുളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഓർമ്മ വന്നത്. ഞാൻ ചെറുപ്പത്തിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ സമ്മർ വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വന്ന് പുഴയിലൊക്കെ ചാടി കുളിക്കുന്നത് വന്ന് ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാമല്ലോ എന്ന് വന്നു. സോ ഇപ്പോൾ നമ്മൾ വന്ന് പോകാൻ പോകുന്നത് പെരുവമ്പമാണ്. പെരുവമ്പാൾ എന്ത് നോക്കാൻ പോകുന്നു പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇവിടെ പാലക്കാട്ടിൽ നിന്ന് എല്ലായിടത്തും പോകുന്നത് ഈ പെരുവമ്പാളിൽ നിന്നാണ്. അവിടെയാണ് വന്ന് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. സോ നമ്മൾ പോയി അവിടെ എങ്ങനെ വന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വന്ന് പ്രിപ്പയർ ആവുന്നതൊക്കെ പിന്നെ നോക്കാൻ പോകുന്നുണ്ട്. സോ അത് പോകുന്ന വഴിയിലാണ് ഇവിടെ വന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്പോട്ടിൻ്റെ പേര് വന്ന് പാൽത്തുള്ളിയാണ്. ഈ സ്പോട്ട് വന്ന് പെരുവമ്പാൾ തന്നെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഭാരതപ്പുഴയാണ്. ശരിക്കും പറഞ്ഞാൽ ആലിയാർ ഡാമിൽ വരുന്ന വെള്ളച്ചാട്ടമാണ് ഇത്. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്പോട്ടിൽ നമ്മൾ പെരുവമ്പ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അവിടെ പോകാൻ പോകുന്നുണ്ട്. മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ് എന്ന് പറയും. നമ്മൾ സാഡായിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കും, ഹാപ്പി ആയിരിക്കുമ്പോൾ ചില പാട്ട് കേൾക്കും. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ സൂപ്പറായി ഉണ്ടാവും. അങ്ങനെ മ്യൂസിക്കിന് അത്ര പവർഫുള്ളായ തിങ് ഉണ്ട്. അത്ര പവർഫുള്ളായി ഉണ്ടാക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിന് അതിനെക്കാട്ടിലും കൂടുതൽ പവറുണ്ട്. സോ അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉണ്ട്. അതാണ് പെരുവെമ്പ. ഈ പെരുവെമ്പ നമ്മളുടെ പാലക്കാട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് വന്നാൽ ഈ പെരുവെമ്പ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇവിടെ വന്ന് നമ്മൾ 200 years ഓൾഡ് ട്രഡീഷണലായിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മളുടെ തബല, മൃദംഗം, ഇതൊക്കെ വന്ന് നമ്മളുടെ ഇവിടെ പെരുവെമ്പ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൃദംഗം എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾ ഈഗറുണ്ടോ? ഞാൻ വളരെ ഈഗറുണ്ട്. Come on. പെരുവെമ്പ മോസ്റ്റ്ലി നോൺ ഫോർ
മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൽ മോസ്റ്റ്ലി ഇരിക്കുന്ന എല്ലാ വീടുകളിലും വന്നിട്ട് ഈ മൃദംഗം വന്നിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു വീട്ടിനുള്ളിൽ പോയിട്ട് പ്രോപ്പറായി എങ്ങനെ മൃദംഗം വന്ന് ഉണ്ടാക്കണം എന്ന് വന്ന് കാണാൻ പോകുന്നുണ്ട്. സോ അത് നിങ്ങൾക്കും കാണിക്കാൻ പോകുന്നുണ്ട്. വെറും നമ്മൾ പോയി നോക്കുക, നമ്മളെ ഡൗട്ട്സൊക്കെ ചോദിക്കുക, നമ്മളിത് കണ്ടിട്ട് ഇഫ് പോസിബിൾ നമ്മളും ഒരു മൃദംഗം ഒന്ന് പ്രിപ്പയർ ചെയ്യുക. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വന്ന് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല കൊല്ലങ്ങളായിട്ട് വന്നിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമ്മളോട് ഇരിക്കുന്നുണ്ട്, രാഘവ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പെരുവമ്പ വന്നപ്പോൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ മൃദംഗം എവിടെ വന്ന് ചെയ്യുന്നു പറയുമ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്ത പ്ലേസാണ് നിങ്ങളുടെ പ്ലേസ്. പെരുവമ്പ വാദ്യോപകരണത്തിൻ്റെ സെൻറ്ററാണ്. വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സെൻറ്ററാണ് പെരുവമ്പ്. പെരുവമ്പിൽ വന്ന ഈ തൊഴിലായിട്ടുള്ള പണിക്ക് മടങ്ങിപ്പോണ്ടി വരില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. പല ആൾക്കാരും കുറേ ആൾക്കാർ മദ്ദളം പണി ചെയ്യുന്നു, കുറേ ആൾക്കാർ മൃദംഗം പണി ചെയ്യുന്നു, കുറേ ആൾക്കാർ ചെണ്ടവട്ട പണി ചെയ്യുന്നു. പല ഒരു ആൾക്കാർ തന്നെയാണ്, അത് ഓരോരുത്തർ ഓരോന്നും ചെയ്യുന്നു. മൃദംഗം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൃദംഗം പണി എത്ര കൊല്ലങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഞാൻ മാത്രമായിട്ട് 50 കൊല്ലം കഴിഞ്ഞു. 50 കൊല്ലം കഴിഞ്ഞു. അപ്പം എനിക്ക് 68 വയസ്സായി. ഞാനൊരു 15 വയസ്സിൽ ഇത് തുടങ്ങി. 15 വയസ്സിൽ അച്ഛൻ്റെ കൂട്ടത്തിലിരുന്ന് അടിയൊക്കെ കിട്ടി പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിത് പണി പഠിച്ചത്. അച്ഛൻ്റെ കൂടെ അവരുടെയൊക്കെ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുണ്ടിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഇങ്ങോട്ട് വാടാ പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ അപ്പം കിട്ടും അടി. അപ്പോൾ ഇത് എത്ര ജനറേഷനായിട്ട് ചെയ്യുന്നത്? ഇത് 3 തലമുറയായിട്ട് ചെയ്യുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ പണി പഠിച്ചു. ഇപ്പം എൻ്റെ മകൻ എൻ്റെ കൂട്ടത്തിലിരുന്ന് അവൻ ചെയ്യണം. അങ്ങനെ 3-4 തലമുറയായിട്ട് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട്. സാധാരണ ഒരു മൃദംഗം ചെയ്യാൻ എത്ര ദിവസങ്ങളാവും? സാധാരണ ഒരു മൃദംഗം ചെയ്യണമെങ്കിൽ 2 മാസമാവും. സോ അപ്പോൾ നമ്മൾ മത്താളം എങ്ങനെ ചെയ്യുന്ന മേക്കിംഗ് കാണാൻ പോകുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. ചേട്ടൻ്റെ പേര് ശിവനാണ്. ശിവേട്ടാ നിങ്ങൾ എങ്ങനെ പറഞ്ഞു തരുമല്ലോ? ഇതെന്താ ഇത്? ഫസ്റ്റ് ഇത് പ്ലാവിൻ്റെ തടി കുറ്റി നമുക്ക് പേട്ടയിൽ നിന്ന് എടുക്കും, എന്നിട്ട് ലേറ്റ് കൊണ്ട് കടഞ്ഞിട്ട് നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്ത ശേഷം ഇതിപ്പോൾ തോല്, ഇത് പോത്തും തോലാണ്. പോത്തും തോല് എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ വെയിൽ വെച്ചത്? ഇപ്പം വേനൽക്കാലം വെച്ചാൽ 2 ദിവസം മതി. 2 ദിവസം മതി. 2 ദിവസത്തിന് എത്ര ഹാർഡാവോ? 2 ദിവസത്തിൽ ഹാർഡ്. അത്ര ചൂടല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ്. ആ ചൂട്ടിൽ വന്നിട്ട് ഹാർഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല, നല്ല ഹാർഡാണ്. സോ ഇത് മുറിച്ചെടുക്കുന്നത് നമ്മൾ ഉളി കൊണ്ട് റൗണ്ട് നമ്മൾ വരഞ്ഞ ശേഷം നമ്മൾ ഉളിയും കൊണ്ട് റൗണ്ടിന് മുറിച്ചെടുത്തതാ. ഇതുപോലത്തെ പീസ് കിട്ടും, ഓരോ പീസായിട്ട് ഇങ്ങനത്തെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന് ഇത്ര ഹാർഡായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇതിന് വെച്ച് ഹാർഡുള്ളവരുണ്ട്. ഇത് ഹാർഡ് കമ്മിയുള്ളത്, ഇതിന് വെച്ച് നല്ല ഹാർഡുള്ളത് വേണം. ഓക്കെ, ഇതിന് ശേഷം അടുത്ത പ്രോസസ്സ് പറഞ്ഞിട്ട് ഈ മുറിച്ചെടുത്ത ശേഷം ഇതിനെ വെള്ളത്തിലിടും. റൗണ്ടിൽ വെട്ടിയെടുത്ത ശേഷം കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് ആക്കണം. റൗണ്ട് ആക്കിയിട്ട് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് ഈ 5 ലെയർ വയ്ക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ തോല് മുറിച്ചെടുത്ത ശേഷം നമ്മൾ 5 ലെയർ വെച്ച് തോല് വെച്ചിട്ട് ഇതേപോലെ കുത്തി കെട്ടിയ ശേഷം 5-12 എണ്ണി വെച്ചിട്ട് ഓരോ ലെയർ ഇത് വെച്ച് കോർക്കും. വലിച്ച് ഇറക്കിയ ശേഷം ഇതിൽ ചില്ലടിച്ചിട്ട് മുദ്രവാറ് വയ്ക്കും. മുദ്രവാറ് പിന്നെ ഇത് വലന്തല ഇടതല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ വരയ്ക്കും. ഓക്കെ, വരച്ച ശേഷം ഇതിൽ ചില്ലടിക്കും. ചില്ലടിച്ച ശേഷം നമ്മൾ വാറ് വെച്ച് കോർക്കും. അതുണ്ടോ? അതുണ്ട്. അതിപ്പോൾ ഇതിൽ ചെയ്യണം, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചില്ലടിക്കാൻ വേണ്ടി ഇത് റൗണ്ട് വരയ്ക്കണം. ഇത് എവിടെ അടിക്കേണ്ടതേ കുറ്റിൻ്റെ ഈ മുദ്രവർ കോക്കാൻ വേണ്ടിയാണ് ഇതാണ് മുദ്രവർ. ഇത് ഉണ്ടാക്കാൻ എത്ര ദിവസമായിട്ടാ ഇങ്ങനെ? ഇത് ഒരു ദിവസം മതി. ഇതിങ്ങനെ ഹാർഡാക്കി ഇങ്ങനെ ചെറിയ പീസായി കട്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കണോ? ചെറിയ പീസ് കട്ടാക്കിയല്ല, ഇത് വലിയ മതളത്തിൽ നിന്ന് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിൻ്റെ ഇതിന് പുതിയത് പറ്റില്ല. ഇപ്പം നമ്മളിത് എക്സ്ട്രാ ചില്ലടിച്ചാലോ എന്തെങ്കിലും വ്യത്യാസം വരും.
എന്താ അതിലെന്ത് വ്യത്യാസമൊക്കെ വരുന്നത്? വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ ഈ വാറ് കോർക്കുന്നുണ്ടല്ലോ, ഈ വാറ് കോർക്കണതിൽ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് മ്യൂസിക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട്? ഡിഫറെൻറ്റ് വരും. നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇത് 16 വയ്ക്കുമ്പോൾ കറക്റ്റായി ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ചില്ല് അടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായി ലെവലിൽ നിൽക്കുള്ളൂ. ഇല്ലാണ്ടിരുന്ന ആള് അവിടെ ഇവിടെ നിന്നൊക്കെ മാറും. മനസ്സിലായി. ഈക്വേഷൻ ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ 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 അതെ. മുദ്രവാറ് ഇങ്ങനെ ഇട്ട ശേഷം ഇത് പിന്നീറ്റ് ഒരു ലെവലാക്കിയിട്ട് ദൈവാറ് വെച്ച് പുറത്ത് സീറ്റിംഗ് ആക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ വരും. പക്ഷെ ഇത്ര ടൈറ്റ് ആയിട്ട് നിങ്ങൾ അത് എടുക്കണല്ലേ? കച്ചിട്ട് ഇടുപ്പില് ഓക്കെ. കച്ചിയിട്ട് വലിച്ച് നമ്മൾ ഇടിക്കും. ഇടിച്ച് ഇരുത്തണം. വളരെ കഷ്ടം തന്നെ ശരിക്കും പറഞ്ഞാൽ. ഒരു 2 months ഒക്കെ ഇത് ആകുമെന്ന് പറയുന്നത് വന്നിട്ട്. ഓക്കെ. ഇപ്പോൾ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ ഇത് അഴിച്ചെടുക്കും. അയച്ചെടുക്കും. എന്നിട്ട് ഈ റിങ് വേണ്ട, ഇതിൽ റിങ് ഉണ്ടാകും. റിങ് വേണ്ട, റിങ് ഇല്ലാണ്ട് 2 വേറെ വശം വെച്ചിട്ട് 2 നില എന്താ അഴിച്ച ശേഷം ഇത് ഇടന്നില്ല. ഈ സാധനം അഴിച്ചെടുത്ത് എങ്ങനെയാവും. അതൊക്കെ വെച്ച് കട്ടാക്കിയിട്ട് ഇതിൽ കട്ടാക്കുന്നില്ല. ഇതിൽ ഈ മുദ്രവാറ് പിന്നതിന് മാത്രമേ കട്ടാക്കുള്ളൂ. അതെ, മുദ്രവാറ് തന്നെ. അത് കട്ടാക്കിയിട്ട് എന്നിട്ട് വലിച്ച് ഇതേപോലെ സീറ്റിംഗ് ആയ ശേഷം അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആവും. ഇതേപോലെ ആയ ശേഷം എടുക്കും. എന്നിട്ട് 2 ഇതേപോലെ എന്നിട്ട് വലന്തല ഇടന്നില. എന്നിട്ട് കുറ്റിയിൽ വെച്ച് ഇതേ തടയിൽ വെച്ചിട്ട് വാറും വെച്ച് കോർക്കും. അത് തന്നെ കഴിഞ്ഞു. അതോടെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇതിനെ സീറ്റിംഗ് ആക്കണം. സീറ്റിംഗ് ആക്കി മഷി ഇടണം. മഷി ഇട്ട ശേഷം ഒന്നും കൂടെ ടൈറ്റ് ചെയ്യും. തിരിച്ചും ടൈറ്റ് ചെയ്യണം. വീണ്ടും ടൈറ്റ് ചെയ്ത ശേഷം അവർ കൊണ്ടുപോകും. അവർ കൊണ്ടുപോയിട്ട് പിന്നെ അടിച്ചുടയ്ക്കണം. തല്ലിയിട്ട് ഉടയ്ക്കണം. മഷീന് അപ്പുറത്തും ഇതിനടിച്ച് പോത്തുണ്ടല്ലോ, പോത്തിനെ തല്ലണത് എങ്ങനെയാണോ അന്ന് പോലെ തല്ലി ഇതിനെ മയപ്പെടുത്തണം. മയപ്പെടുത്തിയ ശേഷം പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്താലേ ഇതിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുള്ളൂ. വെരി ബിഗ് പ്രോസസ്. 2 മാസം ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ 2 നിമിഷത്തിൽ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരില്ലേ? അതേ കഴിഞ്ഞ് ഇതേപോലെ ശബ്ദമാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ പരിപാടിക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ ഈ സൗണ്ട് ഇവിടെ ഈ സൗണ്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി കറക്റ്റായി വെക്കുന്നുണ്ട് എല്ലാവർക്കും? അത് പറഞ്ഞാൽ 2 തലയും കൂടെ കൊട്ടുമ്പോൾ യോജിപ്പുണ്ട്. 2 വേറെ വേറെ കേൾക്കില്ല. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വലന്തര ശരിയാക്കണത്. ഇത് കൊട്ടി നോക്കിയിട്ട് ഇവിടെ മൂപ്പ് ജാസ്തി, ഇവിടെ മൂപ്പ് കുറവ്. എന്നിട്ട് അവിടെ നിന്നൊക്കെ മൂപ്പുള്ളവിടെ ഇറക്കും, മൂപ്പില്ലാത്തവിടെ കയറ്റും. ഇത് തന്നെ ഇറക്കി കയറ്റും. ഇങ്ങനെയാണ് മ്യൂസിക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇത് വലിപ്പം കൊണ്ടാണ് മ്യൂസിക് അഡ്ജസ്റ്റ്. അതെ അതെ. പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരണം. നമ്മളെ ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗിറ്റാറിലൊന്നും നമ്മളെ ഇല്ല. തബല ഇടക്കിലൊക്കെ എല്ലാം ചെയ്യാം. മൃദംഗത്തിലൊക്കെ അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ട്യൂൺ ചെയ്യാം. ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മത്തളം വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം, ഇവിടെ തന്നെ വാങ്ങിക്കണം, ഇവിടെ തന്നെ ശരി ചെയ്യണം. റിപ്പയർ ആയാലും ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ ചെയ്യണം. അവര് വായിക്കുന്ന ആൾക്ക് വായിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇതിലെ കാതോറടക്കിൽ ഇതിന് സിമ്പിൾ ആയിട്ടുള്ളത് ഈ സാധനമാണ്. ഈ കാതോറ് ഇതടക്കം മാറ്റി കെട്ടാൻ പറ്റില്ല അവർക്ക്. ഇവിടെ ഇപ്പം മഷി പോയിട്ടില്ലല്ലോ ഇവിടെ. സോ അപ്പോൾ ഇതൊന്ന് നോർമൽ ക്ലോത്ത് ഒന്ന് വാങ്ങിച്ച് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യില്ല. നമ്മൾ മാത്രമായിട്ട് കൊടുക്കുള്ളൂ. ഇതൊക്കെ അവർ വാങ്ങിക്കുന്നതാണ്. ഇതിപ്പോൾ മഷി പോയിട്ടുണ്ടല്ലോ ഇവിടെ. ഇവിടെ അവർ കൊട്ടും. ഇവിടെ തല്ലി കഴിഞ്ഞാൽ ഇവിടെ മഷി പോകും. ഈ മഷി എന്തൊക്കെ ഉണ്ട്? ഇത് കവുങ്ങിൻ്റെ ഓലയും കത്തിച്ച് ചാരകത കത്തിച്ച് നമ്മൾ തുണിയിലെടുത്ത് ചലിച്ച് ഭസ്മം പോലെ എടുത്ത് പിന്നെ ചോറ് ഉപ്പിടാതെ ചോറെടുത്ത്. ഉപ്പിടാതെ ചോറ് പറഞ്ഞാൽ ഉപ്പിന് കെമിക്കലാണ്. കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ തേക്കണത് സെറ്റാണ്, പിടിക്കണം. നമ്മൾ ഒരു സാധനത്തിൽ ഇപ്പോൾ ബബിളിങ്ങനെ ശരി നമ്മൾ കയ്യിൽ വെള്ളം തട്ടി കഴിഞ്ഞാൽ കയ്യിൽ ആയി കഴിഞ്ഞാൽ ഒട്ടില്ല. അതുപോലെ അതേപോലെ അതിൽ കെമിക്കൽ പാടില്ല. ഉപ്പില്ലാണ്ട് കെമിക്കൽ ഇല്ലാത്തത് എല്ലാം കെമിക്കൽ ഇല്ലാതെ എടുക്കുന്നത്. നമുക്ക് അതിലെ തോലെടുക്കുന്നത് കെമിക്കൽ ഇല്ലാതെ ഉപ്പിടാതെ നമ്മൾ എടുക്കണം. പച്ചക്ക എടുക്കുന്നത് ഇത് തോലാതെ വെള്ളത്തിലിടണം. ഒന്നും ചെയ്യാതില്ല, എണ്ണയോ ഒന്നും ചെയ്യാറില്ല ഇതിൽ. എന്നാണ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എണ്ണ അടക്കാൻ തലയിലില്ലേ മഷി ഇടുന്ന സമയത്ത് എണ്ണ അടക്കാൻ തേക്കാൻ പാടില്ല തലയിൽ. ഇത്ര കഷ്ടിച്ച് ഈ മഷി ഇടണം നിങ്ങൾ ആയാലും. ഈ മഷി എങ്ങനെ ഇടുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മത്തളം എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു.
ഫുള്ളായി ഫിനിഷായ മത്തളം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ ടി വിയിലും സിനിമയിലും പിന്നെ കുറേ പുറത്തൊക്കെ പോകുമ്പോൾ നോക്കുന്ന മത്തളം ഇതാണ്. ഇതിൽ അങ്ങനെ ഒരു സൗണ്ട് അന്ന് വായിക്കുമ്പോൾ വരും. പക്ഷേ നമുക്കറിയാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിൽ മോസ്റ്റ് പെർഫെക്റ്റായി വായിക്കുന്നവർ ഉത്തരവിടുന്നുണ്ട്. ഞാൻ അവരെ വിളിക്കാൻ പോകുന്നുണ്ട്. അത് നമ്മളുടെ ബാബു ചേട്ടൻ. ബാബു ചേട്ടാ ഒരു മദ്ദളത്തിൽ കൊട്ടാന്ന് പറഞ്ഞാൽ മദ്ദളത്തിൽ മർദ്ദിക്കുക എന്നാണ് പറയാം. അതെ, അങ്ങനെ ആക്കിയത് കൊണ്ട് ഇതിന്റെ ശബ്ദം വരുന്നില്ല. ഇതാണ് ഇത്. അത് ശരിയാവില്ല. ഏകദേശം ഒരു 4 വർഷം 6 വർഷമൊക്കെയാണ് അവരുടെ അഭ്യാസം പറയുന്നത്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ ചെയ്യാൻ സാധ്യതയല്ല. മനസ്സിലായി. അപ്പോൾ സീരിയസ്ലി ബാബു ഏട്ടാ സൂപ്പറായി നിങ്ങൾ റിലേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് വേണ്ടി വായിച്ചതിന്. താങ്ക് യു. ശരി, ഇപ്പോൾ നിങ്ങളിത് 50 കൊല്ലമായിട്ട് ഈ പണിയെടുക്കുന്നത്. നിങ്ങൾ ഇതുവരെ എത്ര മത്തളം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും? എനിക്ക് എണ്ണം പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് ചെയ്തിട്ടുണ്ടോ? 1000 ചെയ്തിട്ടുണ്ടാവും. ആയിരം ആയിട്ടുണ്ടോ? അത് ഞാൻ ചെയ്യാത്ത സ്ഥാപനങ്ങളില്ല. തിരുവനന്തപുരം മാർഗി കഥകളി സ്കൂള്, സദൻ PSP നാട്യസംഘം കോട്ടയ്ക്കൽ, കേരള കലാമണ്ഡലം, സദനം, വൈക്കം, ഡൽഹി കഥകളി സെൻറ്റർ, എല്ലായിടത്തും നിങ്ങൾ ഉണ്ടാക്കിയ എൻ്റെ നല്ല കാലത്ത് ഞാൻ ഇവരെയൊക്കെ എൻ്റെ വീട്ടിൽ വരുത്തിയിട്ടുണ്ട്. ആണ്ട് ഇപ്പോൾ ഈ മത്തളം നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് ഏത് നാട് ഇത് ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. പിന്നെ ഫോറിൻ സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് കേരള കലാമണ്ഡലത്തിൽ വന്ന ദേവീകം പിന്നെ ഫോറിനേഴ്സ് വന്നിട്ട് കളരിപ്പയറ്റ്, മോഹിനിയാട്ടം, മദ്ദളം കൊട്ട് ഇതൊക്കെ പഠിക്കാൻ വന്നിട്ട് അവർ വന്ന് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ മദ്ദളം എനിക്ക് മദ്ദളം എന്ന് വേണമെന്ന് പറയുമ്പോൾ അവിടുത്തെ ആശാന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആശാന്മാരുണ്ട്. അവർ നമ്മൾക്ക് ഓർഡർ തരും. അപ്പോൾ ഇന്ന മാതിരി ഇന്ന ഡേറ്റിന് അയാൾ പോകും, ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ സാധനം വേണമെന്ന് പറയും. നമ്മളത് പൈസ പറയും, പണിയെടുത്ത് കൈ കൊടുക്കും. അത് അവർ കൈ നമ്മളായിട്ട് ഇല്ല. സോ ഇന്ന് നമ്മൾ പെരുവമ്പ് വന്നു, രാഘവൻ ചേട്ടനെ കണ്ടു, എങ്ങനെ വന്ന് മത്തളം ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. ആൻഡ് സൂപ്പറായി ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ തിരിച്ചും എപ്പിസോഡിൽ വന്ന് നമ്മൾ നോക്കാം. ദിസ് ഇസ് രാകേഷ് ഷൈനിങ് ഔട്ട് ഫ്രം സോളോ സീസൺ 2 പാലക്കാട് സീരീസ്.